Good morning, welcome back to the channel. So, ഇന്ന് ഞങ്ങൾ വെയിൽസിലെ 5th ഡേ ആണ്. സോ ഞാൻ റാബിറ്റിൻ്റെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു സ്ലോ മോർണിംഗ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 2-3 ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വിൻമില്ല് അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാൻ റെഡിയാവുകയാണ്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എഗ്, ബ്രോഷേബൺ ആൻഡ് ബീൻസ് ആണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി. ഇപ്പോൾ പോകുന്നത് മെലൻ ക്ലിയോൺ എന്ന് പറയുന്ന ഒരു വിൻമില്ലിലേക്കാണ്. ഇത് വെയിൽസിലെ ലാസ്റ്റ് വർക്കിംഗ് വിൻമില്ലാണ്. സോ ഇവിടെ ഫേമസ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. മോണറ്റ് എന്ന് പറയുന്നത് ഈ ആംഗിൾസിയിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോനറ്റാണ് ഈ മോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ മസ്റ്റ് ഒരു ട്രൈ ചെയ്യണം. സോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയി അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വിൻമില്ല്, പിന്നെ അതിന് അടുത്ത് തന്നെ ഒരു റൗണ്ട് ഹൗസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ഒരു കിഡ്സ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇത്ര 3 നമ്മളിതിന് ടിക്കറ്റ് എടുക്കുന്നത്. സോ ഇതൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ വിൻമില്ലിലേക്കാണ്. ഇതിന് 3 ഫ്ലോർ ആയിട്ടാണ് ഉള്ളത്. സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ വാളിൽ ഫുൾ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെൻ ദ മിൽ വാസ് ബിൽഡ്, ഹൗ ഇറ്റ്സ് വർക്ക്, അത് ആരാണ് ഇത് ബിൽഡ് ചെയ്ത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വാളിൽ അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഹെർബർട്ട് ജോൺ എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് എക്സ്ട്രീംലി ഹൈടെക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ഇത്. പിന്നെ വെച്ചാൽ ഇത് ഏകദേശം ആ സമയത്തുള്ള 529 പൗണ്ടിൻ്റെ അടുത്താണ് ഇതിനൊരു കോസ്റ്റ് വരുന്നത്. സോ ഇപ്പം എന്ന് പറഞ്ഞാൽ അത് എത്രയോ അധികമായിരിക്കും ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെയെന്ന് പറയുന്നത് വെച്ചാൽ ആ സമയത്ത് ഈ ബിൽഡറായ ആൻഡ്രൂ വില്യംസ് എന്ന് പറയുന്ന ആൾ ബാങ്ക്രപ്റ്റ് ആയി പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ ഹൗ എക്സ്പെൻസീവ് ഇറ്റ് വാസ്. ആൻഡ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് കണ്ടാൽ അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ബി കെയർഫുൾ, തലയൊന്നും എടുക്കാതെ നോക്കണം എന്നൊക്കെ. സോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഫ്ലോർ വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള മെഷീൻസൊക്കെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറിൽ ഇന്നും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ട് പിന്നെ നേരെ പോയത് റൗണ്ട് ഹൗസിലേക്കാണ്. സോ ഇതാണ് റൗണ്ട് ഹൗസ് എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 3000 years ago ആണ് പറയുന്നത്. ഉള്ള ആൾക്കാർ എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു അവരുടേത്, അവർ ഈ ഫാമേഴ്സൊക്കെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തത് ആ സമയത്ത് എന്നുള്ള അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു റൗണ്ട് ഹൗസിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്നത്. സോ ഇതും ഓക്കെയാണ്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും സാധനം. ഇതൊരു റീകൺസ്ട്രക്ഷനാണ്, ഇത് ആ സമയത്തുള്ളതൊന്നുമല്ല, ഇവർ റീകൺസ്ട്രക്ട് ചെയ്തതാണ്. പിന്നെയെന്ന് വെച്ചാൽ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഈ കിഡ്സ് സഫാരിയിലേക്കാണ് പോയത്. സോ അവിടെ അതിനുള്ള ആരോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇത് വേറൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് അവർക്കൊരു ബുക്ക് കൊടുക്കും. സോ ഏതൊക്കെ ആനിമൽസിനാണ് കണ്ടത്, സോ അങ്ങനെയുള്ള ലയൺ അങ്ങനെയൊക്കെ. ഇതൊന്നും ഒറിജിനൽ അല്ല. സോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഇതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ താമസിക്കുന്ന അവിടെയുള്ള ആ ഒരു ഹൗസ് ഓണറാണ് ഇതും റെക്കമെൻഡ് ചെയ്തത്. സോ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ആംബിയൻസിലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇത് ഓയിസ്റ്റർ ക്യാച്ചർ എന്ന് പറയുന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. സോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്തത് ലോബ്സ്റ്റർ, പിന്നെ കുറച്ച് ചിപ്സ്, അങ്ങനെ മെയിനായിട്ട് ലോബ്സ്റ്ററാണ്. പിന്നെ എന്നുള്ളത് ഒരു കൊറിയൻ ചിക്കൻ ട്രൈ ചെയ്തു. സോ ഫുഡ് നല്ലതായിരുന്നു. സോ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് 6th ഡേ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ട്രിപ്പ്. സോ നല്ലൊരു ട്രിപ്പായിരുന്നു. ലാസ്റ്റ് സമ്മറിൽ ഞങ്ങൾ ഇന്ത്യയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇവിടെ എവിടെയും കാണാൻ പറ്റില്ല. സോ ഈ സമ്മറിൽ ഞങ്ങൾ ഈ വെയിൽസിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. സോ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബോൺമൗത്തിലേക്ക് ബാക്ക് ടു ഹോം പോവാണ്. സോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.